രാജ്യത്ത് തന്നെ ആദ്യമായി സ്വകാര്യ ടെലിവിഷനിലൂടെ വാർത്ത അവതരിപ്പിക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഗുരുതുല്യനായ ശ്രീ ശശികുമാർ സാറിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം ഏഷ്യാനെറ്റിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് ചാനലിൽ വാർത്ത ആരംഭിക്കുന്നത്. ആ വാർത്താ സംപ്രേഷണം ചെയ്യാൻ നമുക്ക് ഇന്ത്യയിൽ നിന്ന് സ്വകാര്യ ചാനലുകൾക്ക് തത്സമയ വാർത്താ സംപ്രേഷണത്തിന് അനുമതിയില്ലാതിരുന്നൊരു കാലമായതുകൊണ്ടാണ് ഫിലിപ്പീൻസിലെ സുബിക് ബേ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് 1995 സെപ്റ്റംബർ 30 വാർത്താ സംപ്രേഷണം ആരംഭിക്കേണ്ടി വന്നത്. അന്ന് അവിടെ വെച്ച് വാർത്ത ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നടന്നിരുന്നത് തിരുവനന്തപുരത്താണ്. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി, അന്നത്തെ മന്ത്രിയായിരുന്ന കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ PM സെയ്ദാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അന്ന് മുഖ്യമന്ത്രി K. കരുണാകരനായിരുന്നു. ആ സമയത്ത് അന്ന് അവിടെ വെച്ച് ഈ ആദ്യത്തെ വാർത്താ സംപ്രേഷണം നടന്നു. ഇതുപോലെ ഒരു വലിയ ഹാളിൽ ഞങ്ങൾ കാണുന്നില്ല, ഞങ്ങൾ അവിടെ ആയിരുന്നുകൊണ്ട് കാണുന്നില്ല. പക്ഷേ ഇങ്ങനെ വാർത്താ സംപ്രേഷണം നടന്ന സമയത്ത് ഞാനാണ് വാർത്ത അവതരിപ്പിച്ചത്. അന്ന് ഈ സമയത്തുള്ള രൂപത്തിലല്ലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ശശികുമാർ സാറിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ എന്നെ സൈഡ് വൈസ് നോക്കിയാൽ കാണില്ലായിരുന്നു എന്ന് പറയായിരുന്നു. ആ നിലയിൽ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ വാർത്ത അവതരിപ്പിച്ചപ്പോൾ അന്നത്തെ പത്രലേഖകർ സാറിനോട് ചോദിച്ചു എന്ന് ഞാൻ പിന്നീട് അറിഞ്ഞത്, വേറെ ആരെയും കിട്ടിയില്ലേ, നിങ്ങൾക്ക് ബാക്കിയെല്ലാം കൊള്ളാം, പക്ഷേ ഇങ്ങനെ ഒരാളെ വെച്ചിട്ടാണോ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. സാർ അന്ന് പറഞ്ഞ മറുപടിയായിട്ട് എനിക്ക് പിന്നീട് അറിയാൻ കഴിഞ്ഞത്, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ന്യൂസ് റീഡേഴ്സ്, വാർത്ത വായിക്കുന്ന ആളുകൾ വാർത്ത അവതരിപ്പിക്കും. കാരണം ദൂരദർശനിൽ അങ്ങനെയാണല്ലോ, കാഷ്വൽ ന്യൂസ് റീഡേഴ്സ് ആയിരുന്നു കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഒരു ജേർണലിസ്റ്റ് വാർത്ത വായിക്കുന്നത് നിങ്ങൾ കാണുന്നത്. പ്രമോദ് രാമൻ ജേർണലിസ്റ്റാണ്, വാർത്താ വായനക്കാരനല്ല. പ്രമോദ് ഒരു 10 വർഷത്തിന് ശേഷം നിങ്ങൾ കണ്ടോളൂ, അദ്ദേഹം എങ്ങനെയിരിക്കും നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞു എന്നാണ്. സത്യത്തിൽ ഞാനത് പിന്നീട് കേട്ടറിഞ്ഞതാണ്. എൻ്റെ മനസ്സിൽ ഭയങ്കര അഭിമാനമുണ്ടാക്കിയ വാക്കുകളാണ്. പക്ഷേ ഞാനത് തിരിച്ചാലോചിക്കുന്നത് വേറൊരു കാര്യം കൂടി ചിന്തിച്ചുകൊണ്ടാണ്. കാരണം ഇന്നിപ്പോൾ ശ്രീ ശശികുമാർ ഒരു വാർത്താ ചാനൽ ആരംഭിക്കുകയാണെങ്കിൽ ഇത്രയും ജേർണലിസ്റ്റായ ആളുകൾ വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുമോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കാരണം ഇവരെ കൊണ്ട് പൊറുതി മുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് എന്ന് ജനങ്ങൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ തുടങ്ങുകയാണെങ്കിൽ വേണ്ട, അത്ര ജേർണലിസ്റ്റ് ആവണ്ട, കുറച്ച് ഒരു വാർത്താ വായനക്കാരനായാൽ മതി എന്ന് അദ്ദേഹം ചിന്തിച്ചു പോകുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. ബട്ട് ജോക്സ് എപ്പാർട്ട്, ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സാർ ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ നമ്മളോട് പറഞ്ഞു. ഇപ്പോൾ ഈ സെമിനാറിലേക്ക് പങ്കെടുക്കാൻ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് തന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഫാസിസ്റ്റ് ആഖ്യാനങ്ങളിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഫാസിസം പോയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതല്ല, എന്നാലും നിങ്ങളൊക്കെ അതിൽ വഹിച്ച പങ്കിനെക്കുറിച്ച് പറയാമല്ലോ എന്നുള്ളതാണ്. സത്യത്തിൽ എനിക്കാണ് തെറ്റിയത്. സാർ ഇപ്പോൾ പറഞ്ഞ പോലെ ഫാസിസം എവിടെയും പോയിട്ടില്ല, അല്ലെങ്കിൽ ഫാസിസ്റ്റ് ആഖ്യാനങ്ങൾ എവിടെയും പോയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്കറിയാം, ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു, ശക്തമായ പ്രതിപക്ഷം നമുക്കുണ്ടായി. പക്ഷേ ഈ സമയങ്ങളിൽ പോലും രാജ്യത്ത് ലിഞ്ചിങ് നടക്കുന്നുണ്ട്, പശുവിൻ്റെ പേരിലുള്ള കൊലകൾ നടക്കുന്നുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നറിയില്ല. വളരെ നിരാശാജനകമെന്ന് തോന്നുന്ന വിധത്തിൽ മുഹമ്മദ് സുബൈറിൻ്റെ കുറച്ച് ട്വീറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്ന സമയത്താണ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കഴിഞ്ഞ 2014 പുറമെ ദാദ്രിയിൽ ഇത് ആരംഭിച്ച ഘട്ടത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, മാധ്യമങ്ങളുടെയൊക്കെ ഇടപെടലുകളിലൂടെ പ്രധാനമന്ത്രിക്ക് അതിൽ കമൻ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ചിന്തിക്കാൻ കഴിയില്ല. ഒരിടത്ത് ഒരു ആൾക്കൂട്ട കൊല ഉണ്ടായാൽ പ്രധാനമന്ത്രി അതിനകത്ത് ഖേദം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരെ മുന്നറിയിപ്പ് നൽകുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഇന്നുണ്ടാവുമോ? ഈ പുതിയ തെരഞ്ഞെടുപ്പിന് ശേഷം പോലും ഉണ്ടാവില്ല, അദ്ദേഹത്തിൻ്റെ ശക്തി കുറഞ്ഞതിന് ശേഷം പോലും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഭയങ്കര ശക്തിമാനായിരുന്ന സന്ദർഭങ്ങളിൽ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ അത്ര സാധിച്ചിരുന്ന 2015 ശേഷം അല്ലെങ്കിൽ 2014 ശേഷം ഈ 2024 എത്തി നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും കഴിയാതെ, ആരും ചിന്തിക്കുന്നില്ല. പ്രധാനമന്ത്രി പോകട്ടെ, പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അതിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ്. ഞാൻ അക്കാര്യത്തിലും എക്കാലത്തും അദ്ദേഹം നമുക്ക് നൽകിയ പ്രതീക്ഷയും
ആവേശവും അതാണല്ലോ ഇപ്പോൾ വലിയ തോതിലുള്ള ഈ ഒരുപക്ഷെ ഭാരത് ജോഡോ യാത്ര പോലുള്ളൊരു ചരിത്ര സംഭവം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു എന്നതൊക്കെ തന്നെയാണ് നമ്മളെ കുറേ കൂടി പ്രതീക്ഷയുള്ളവരാക്കി മാറ്റിയത്. പക്ഷേ അതിൻ്റെ ഒടുവിൽ ഇപ്പോൾ ഈ വീണ്ടും ഇങ്ങനെ ഒരു സർക്കാർ അധികാരത്തിൽ വരികയും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വവും ചുമതല അത് അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പല സന്ദർഭങ്ങളും ഇതിനിടയിലുണ്ടായി, അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ടതും നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതുമായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് നമ്മളുടെ ഈ സമൂഹത്തിൻ്റെ മുകൾ തട്ടിലല്ല അടിത്തട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് പ്രവണതകളെ എപ്പോഴും പുറത്ത് എത്തിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യയിൽ ഇനി പ്രതിപക്ഷത്തിന് നിലനിൽപ്പുള്ളൂ എന്നുള്ള വരുന്ന 5 വർഷക്കാലം അതാണ് നാം കാണാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതിൽ അങ്ങനെയൊരു സാഹചര്യം അന്ന് മാധ്യമങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഇന്നിപ്പോൾ അത് സാധിക്കുന്നില്ല എന്നതും. അപ്പോൾ മാധ്യമങ്ങൾ മാറുമോ? ഇനിയുള്ള നാളുകളിൽ ജനാധിപത്യപരമായൊരു ന്യൂസ് റൂം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? കുറെ കൂടി പ്രതിപക്ഷത്തിന് കൂടി ശബ്ദം നൽകുന്ന വിധത്തിൽ ഇതെല്ലാം മാറി വരാൻ സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യം എല്ലാവരിലും ഇപ്പോഴുമുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ വലിയ പ്രതീക്ഷ വേണ്ടതില്ല എന്ന് തന്നെയാണ് ശ്രീ ശശികുമാർ സാർ ഇവിടെ പറഞ്ഞതിനോടൊപ്പം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. കാരണം വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു എന്താണ് ക്രോണി ക്യാപിറ്റലിസം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്, എവിടെയാണ് ഈ മാധ്യമ മുതലാളിത്തത്തിൻ്റെ മുഴുവൻ രാഷ്ട്രീയ ബന്ധങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയുന്നത് കൊണ്ട് നമ്മൾ അതിൽ വലിയ പ്രതീക്ഷ വേണ്ട. മറിച്ച് ചെറുതുകൾ ചേർന്ന് വലുതായി മാറിയ സമാന്തര മാധ്യമ പ്രവർത്തനത്തിൽ തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ വയ്ക്കേണ്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണേണ്ടത്. അതിനോട് ഇപ്പോൾ നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു, അത്തരം വെല്ലുവിളികളോട് എങ്ങനെ പ്രതികരിക്കണം മാധ്യമങ്ങൾ, അല്ലെങ്കിൽ അത്തരം വെല്ലുവിളികളിൽ ഏത് തരത്തിലുള്ള നീക്കങ്ങൾക്കാണ് ഇന്ന് പ്രസക്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മാധ്യമങ്ങൾക്ക് നേരെ പല വിധത്തിലുള്ള ആക്രമണങ്ങളും ഭരണാധികാരികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഞാൻ പറയുന്നത് അതൊന്നും തന്നെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണമായി മാറിയിട്ടില്ല. കാരണം ഭയം എന്ന് പറയുന്നത്, ഭയമുണ്ടാക്കാൻ, ഒരു ചില്ലിങ് എഫക്റ്റ് ന്യൂസ് റൂമുകളിൽ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കും തോറും ആ ചില്ലിങ് എഫക്റ്റ് ഇല്ലാതിരിക്കാനും അതിനെതിരെ പോരാടാനുമുള്ള ഒരു ശേഷി വളർത്തുക എന്നതാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ തന്നെ അടിസ്ഥാന തത്വം. അത് കൈവിട്ടു പോയ ഒരു കാലയളവ് നമുക്ക് പിന്നിട്ട് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മീഡിയ വണ്ണിൻ്റെ ലൈസൻസ് പുതുക്കാൻ ശ്രമിച്ച ഘട്ടത്തിൽ അത് നിഷേധിക്കപ്പെട്ടതും അതിനെതിരെ മീഡിയ വൺ നടത്തിയ നിയമ പോരാട്ടവുമാണെന്ന് നമുക്കറിയാം. അതിൽ മീഡിയ വൺ ഒരു ചാനൽ എന്ന നിലയിൽ എടുത്തിട്ടുള്ള വളരെ നിർണായകമായ ഒരു സ്റ്റെപ്പ് എന്നത് കൂടാതെ അത് കേരളീയ സമൂഹം ഒന്നടങ്കം അതിനോടൊപ്പം നിന്നിട്ടുണ്ട് എന്നതുകൂടിയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിലൂടെ നമുക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞ സുപ്രീം കോടതിയുടെ വിധി എന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും ചരിത്രപരമായൊരു വിധിയാണ്. ഇപ്പോൾ നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 19(1)(a) അത് നമുക്ക് നൽകുന്ന ആ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റ് തരത്തിലുള്ള ഇടപെടലുകൾ കൂടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സാഹിത്യ മേഖലയിൽ നിന്ന്, സാംസ്കാരിക മേഖലയിൽ നിന്ന് മീശ എന്ന നോവൽ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന നിയമ പോരാട്ടമുണ്ടല്ലോ, അത് തള്ളിക്കളഞ്ഞുകൊണ്ട് മീശ എന്ന നോവൽ പ്രസിദ്ധീകരിക്കാനുള്ള അനുമതി നൽകുക മാത്രമല്ല, അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള എതിർപ്പുകളെയും നിശബ്ദമാക്കുന്ന വിധി പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പേ തന്നെ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിധിന്യായങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ടെങ്കിലും നേരിട്ട് മാധ്യമ പ്രവർത്തനം തടയപ്പെടുന്ന ഒരു കേന്ദ്ര നടപടിക്കെതിരെ ഉണ്ടായിട്ടുള്ള ഒരു നിയമയുദ്ധത്തിനൊടുവിൽ ലഭിക്കുന്ന അമൂല്യമായൊരു വിധിന്യായം എന്ന നിലയ്ക്ക് മീഡിയ വൺ കേസിലെ വിധിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പം മാധ്യമങ്ങൾ എന്താണ് ജനങ്ങൾക്ക് നൽകുന്നത് എന്നത് വലിയൊരു ചോദ്യമാണ്. ജനങ്ങൾ അവരെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചെന്ത് നൽകുന്നു എന്നത് വലിയൊരു ചോദ്യമാണ്. ഒരുപക്ഷെ വാർത്തകളിലൂടെയും ചർച്ചകളിലൂടെയും അവരെ പ്രബുദ്ധരാക്കുക, അവർക്ക് എല്ലാവിധത്തിലുമുള്ള അറിവ് നൽകുക, വിവരങ്ങൾ എത്തിക്കുക, സംവാദങ്ങളിലൂടെ അവർക്ക് കാഴ്ചപ്പാടുകൾ വളർത്തിയെടുക്കാൻ അവരെ സഹായിക്കുക, ഇതൊക്കെ നമ്മൾ അറിഞ്ഞും പറഞ്ഞും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ വിധിന്യായത്തിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഭാഗം
ആ വിധിന്യായത്തിൻ്റേതായി വായിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരുപക്ഷെ നേരിട്ട് ഒരു മാധ്യമ സ്ഥാപനം സമ്പാദിച്ച വിധിയിലൂടെ, സുപ്രീം കോടതി വിധിയിലൂടെ ജനങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിന് സംരക്ഷണം ലഭിക്കുന്നു എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വ്യക്തിയുടെ, ഞാൻ പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെയോ സംഘടനയുടെയോ സ്ഥാപനത്തിൻ്റെയോ മാത്രമല്ല, വ്യക്തികളുടെ ജീവിതത്തെ ഏറ്റവും അധികം സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വിധിന്യായം കൂടിയായി അത് മാറുകയാണ്. എന്തുകൊണ്ടാണ്? ഞാനതിൽ ഒരു സൂചന, ഒരു ഭാഗം വായിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിലേക്ക് വരാം. അതായത് നമ്മൾ ഏറ്റവും ഇപ്പോൾ മീഡിയ വണ്ണിനെതിരായിട്ട് മീഡിയ വണ്ണിൻ്റെ ലൈസൻസ് നിരോധിച്ച സന്ദർഭത്തിൽ നിങ്ങൾക്കറിയാം, ആരും ഒന്നും തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു കാരണവും വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നില്ല. ആ കാരണങ്ങൾ എന്താണ് എന്നുള്ള കാര്യത്തിലോ ഒന്നും തന്നെ പുറത്തേക്ക് പറയാൻ കഴിയില്ല. അത് രഹസ്യമാണ്. അതീവ രഹസ്യമായി സീൽ ചെയ്ത കവറിൽ കോടതികളിൽ എത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതെല്ലാം തന്നെ പൊളിഞ്ഞത് ഈ വിധിന്യായത്തിലൂടെയാണ്. സുപ്രീം കോടതി അന്തിമ വിധി പുറപ്പെടുവിച്ചപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ സീൽഡ് കവറിൽ കൊണ്ടുപോയി കൊടുത്ത IB റിപ്പോർട്ടുകളുടെ, പ്രത്യേകിച്ചും ഇൻ്റലിജൻസ് ബ്യൂറോയുടെ, നിങ്ങൾക്കറിയാം രഹസ്യാന്വേഷണ വിഭാഗമായ ഇൻ്റലിജൻസ് ബ്യൂറോ ഇങ്ങനെ നടത്തുന്ന അന്വേഷണങ്ങളുടെ ഭാഗമായി കിട്ടിയ റിപ്പോർട്ടാണ് ഇതിനാധാരമായി, മീഡിയ വണ്ണിനെ നിരോധിക്കാൻ ആധാരമായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സുപ്രീം കോടതി മാത്രമല്ല ഹൈക്കോടതി തൊട്ട് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അതാണ് സീൽഡ് കവറിൽ ഇവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ അത്തരമൊരു IB റിപ്പോർട്ട് ഒരു ചാനലിനെ നിരോധിക്കാൻ പര്യാപ്തമാണോ? അത് അതിൻ്റെ നിഗമനങ്ങളും കണ്ടെത്തലുകളും അവിടെ നിൽക്കട്ടെ, അത് വേറെ വിധിന്യായത്തിൽ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒന്ന് കൊണ്ടുകൊടുത്താലുടൻ, അത് രഹസ്യ കവറിൽ കൊണ്ടുകൊടുത്താലുടൻ ഒരു മാധ്യമത്തെ നിരോധിക്കാനാവുമോ എന്ന വിഷയം സുപ്രീം കോടതി പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് IB റിപ്പോർട്ട്സ് എന്നാണ് ഈ ഭാഗം. ദ സ്റ്റേറ്റ് ഹാസ് ടു നൗ പ്രൂവ് ദാറ്റ് these are the two purposes that the state action seeks to serve. Okay. MHA means Ministry of Home Affairs, in response to MBL's request for disclosure of reasons for denial of security clearance, states that the reasons cannot be disclosed because reports from the investigative agencies are secret in nature. അത് രഹസ്യമായതുകൊണ്ട് അത് വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് MHA പറയുന്നു. MHA ഹാസ് മെയ്ഡ് എ ജനറൽ ക്ലെയിം ദാറ്റ് ഓൾ റിപ്പോർട്ട്സ് ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസ് ആർ കോൺഫിഡൻഷ്യൽ. ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികളുടെ എല്ലാ റിപ്പോർട്ടുകളും രഹസ്യാത്മകമാണ് എന്നാണ് കേന്ദ്ര സർക്കാർ വാദിച്ചത്. വി ആർ അൺഏബിൾ ടു ആക്സെപ്റ്റ് സച്ച് ആൻ ആർഗ്യുമെൻറ്റ്. അങ്ങനെ ഒരു വാദം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇൻവെസ്റ്റിഗേറ്റീവ് Agencies such as the CBI and IB are required to conduct background checks on innumerable personnel and entities for a multitude of reasons. The interaction between private individuals and the state has increased, by virtue of which the involvement of intelligence agencies has also proliferated. വല്ലാതെ കൂടിയിട്ടുണ്ട്. സാധാരണ മനുഷ്യരും ഈ ഇൻ്റലിജൻസ് ഏജൻസികളും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അവരെ അന്വേഷിക്കുന്നത് വല്ലാതെ കൂടിയിട്ടുണ്ട്. The reports of the intelligence agencies are not merely fact-finding reports, as it would be evident from the extractions of the material below. ഈ കേസിൽ കൊടുത്ത ആ റിപ്പോർട്ടിലെ വസ്തുതകൾ വെച്ച് തന്നെ പറയാൻ കഴിയും. Reports of investigative agencies make observations and provide inferences on the conduct of individuals, which are then relied upon by the decision-making authority. ഇത് വെച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അധികാരികൾ. To argue that reports of the intelligence agencies may contain confidential information is one thing, but to argue that all such reports are confidential in nature is another. എല്ലാ അന്വേഷണ റിപ്പോർട്ടുകളും കോൺഫിഡൻഷ്യൽ ആണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല. Such an argument is misplaced and cannot be accepted on the touchstone of constitutional values. The reports of investigative agencies impact decisions on the
life, liberty and profession of individuals and entities, and to give such reports absolute immunity from disclosure is antithetical to a transparent and accountable system എന്നാണ്. അപ്പോൾ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ വിചാരിക്കുന്നത് മീഡിയ വണ്ണിന് സംപ്രേഷണാനുമതി തിരികെ കിട്ടുന്നതോടൊപ്പം തന്നെ പ്രധാനമായ ഒരു നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് എന്നാണ്. നമ്മളെപ്പോലെ വ്യക്തികളെ, നമ്മളെപ്പോലുള്ള മനുഷ്യർക്കെതിരെ ഒരു അന്വേഷണം നടത്തി, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, സിദ്ദിഖാപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അന്വേഷണം നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് കൊണ്ടുപോയി കൊടുക്കുക, അത് അന്തിമ നിഗമനമായി അംഗീകരിക്കുക, അത് വെച്ച് നടപടിയെടുക്കുക എന്ന് പറയുന്ന ആ പരിപാടി ഇനി നടക്കില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, മാധ്യമങ്ങൾ എന്ത് നൽകുന്നു ജനങ്ങൾക്ക് എന്ന ചോദ്യം, ആ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും മീഡിയ വൺ ഇത് നൽകിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതൊരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് കേവലമായ മാധ്യമപ്രവർത്തനം മാത്രമല്ല, അത് ചില കാലഘട്ടങ്ങളിൽ അതൊരു പോരാട്ടമായി മാറുന്നു. ആ പോരാട്ടത്തിനൊപ്പം തന്നെയാണ് അത് വാർത്തകൾ. ഇപ്പോൾ ഈ വിധിന്യായം ഇപ്പോൾ പാഠപുസ്തകങ്ങളായി, ഒരുപക്ഷെ ജേർണലിസ്റ്റ് വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകമായി മാറുന്നൊരു വിധിന്യായമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്ത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ, എന്ത് ചെയ്തതിൻ്റെ പേരിലാണ് മീഡിയ വണ്ണിനെതിരായി ആ നടപടി വന്നത് എന്നതുൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇതുപോലെ തന്നെയാണ് മറ്റൊരു സന്ദർഭത്തിൽ, അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്ന അതിപ്രധാനമായ നിരീക്ഷണങ്ങൾ എന്നുകൂടി പറയട്ടെ. ഞാൻ പേജ് 125 വരികയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിത് എടുത്തു പറയാനുള്ളൊരു കാരണം, നമ്മൾ ഒരുപാട് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അക്കാഡമിക്കായിട്ട് പോലും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. ദി ഫ്രീഡം ഓഫ് ദി പ്രസ് വിച്ച് ഈസ് പ്രൊട്ടക്റ്റഡ് ആസ് എ കമ്പോണൻറ്റ് ഓഫ് ആർട്ടിക്കിൾ 19(1)(a, സാർ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ, can only be restricted on the grounds stipulated in Article 19(2) of the Constitution. ഈ 19(2)ൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങളാൽ അല്ലാതെ ഒരു സ്ഥാപനത്തിനും, ഒരു മാധ്യമ സ്ഥാപനത്തിനും വിലക്ക് ഏർപ്പെടുത്താൻ സർക്കാരിന് കഴിയില്ല എന്നതാണ്. അത് ആവർത്തിച്ച് വളരെ കൃത്യമായി, ഇത് ഫണ്ടമെൻ്റലാണ്, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഭരണഘടന രൂപം കൊടുത്ത് 1949 നവംബർ 26 ഭരണഘടന അംഗീകരിക്കപ്പെട്ടപ്പോൾ മുതൽ നിലവിൽ വന്ന വസ്തുതകളാണ്. ആർട്ടിക്കിൾ 19(1)(a) എന്താണ്, അതെങ്ങനെയാണ്, അതിൻ്റെ നിയന്ത്രണങ്ങൾ എന്താണ്? ഇപ്പോൾ രാജ്യത്തിൻ്റെ അഖണ്ഡത, ഐക്യം, അഖണ്ഡത, പരമാധികാരം ഇതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല, രാജ്യസുരക്ഷ അപകടപ്പെടുത്താൻ പാടില്ല. രാജ്യസുരക്ഷയെക്കുറിച്ച് തന്നെ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. രാജ്യസുരക്ഷയെക്കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്. അത് വളരെ ശ്രദ്ധേയമായ ഒരുപാട് നിരീക്ഷണങ്ങൾ അതിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയുന്ന കാര്യമുണ്ട്. പക്ഷേ അത് ആവർത്തിച്ചുറപ്പിക്കാൻ ഈ ഫാസിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു സുപ്രീം കോടതിക്ക് ഇത്രയും പണി വീണ്ടും എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അത് വീണ്ടും പറയിച്ചു ഈ സർക്കാർ എന്നുള്ളതാണ്. എനിവേ, ഞാൻ ആ ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ദി ഗ്രൗണ്ട്സ് സ്റ്റിപ്പുലേറ്റഡ് ഇൻ ആർട്ടിക്കിൾ 19(2) include the sovereignty and integrity of India, the security of the state, friendly relations with foreign states, public order, decency or morality, or in relation to contempt of court, defamation or incitement to an offense. Okay, അതെല്ലാം കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് സുപ്രീം കോടതി, ദി ഡിനയൽ ഓഫ് സെക്യൂരിറ്റി ക്ലിയറൻസ് ടു ഓപ്പറേറ്റ് എ ന്യൂസ് ചാനൽ ഈസ് എ റെസ്ട്രിക്ഷൻ ഓൺ ദ ഫ്രീഡം ഓഫ് ദ പ്രസ്, and such restriction is constitutionally permissible only on the grounds stipulated in Article 19(2) of the Constitution എന്നാണ്. അതിൽ അതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് നിഷേധിക്കാൻ കഴിയുമെന്നാണ്. പിന്നെ ആരെയാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ ഇനി ഭയക്കേണ്ടത് എന്നതാണ്. ആരെ ഭയന്നിട്ട് നമ്മൾ ചെയ്യാതിരിക്കണം എന്ന ചോദ്യത്തിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ഭാഗം, അതാണ് പിന്നീട് സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം, അതും കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത്, the official views of the channel Media One on policies of the government cannot be termed anti-establishment. ഈ സർക്കാർ കോടതി കൊണ്ടുകൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന, ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കാണ് സുപ്രീം കോടതി കോട്ട് അൺകോട്ടായിട്ട് എടുത്തിരിക്കുന്നത്. അതായത് ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ്. മീഡിയ വണ്ണിൻ്റെ പ്രവർത്തനം ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെന്ന്. ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആവുകയല്ലേ വേണ്ടത് എന്ന ചോദ്യത്തിലേക്കാണ് സുപ്രീം കോടതി വരുന്നത്. നമ്മൾ ഞെട്ടിപ്പോവും. അതായത് കോടതി പറയേണ്ടത്, യൂസ് ഓഫ് സച്ച് എ ടെർമിനോളജി ഇൻ ഇറ്റ് സെൽഫ്
represents an expectation that the press must support the establishment എന്നാണ് അതിലൂടെ വരുന്ന ഒരു വ്യംഗ്യം എന്ന് സുപ്രീം കോടതി പറയുകയാണ്. ദി ആക്ഷൻ ഓഫ് ദ MIB by denying a security clearance to a media channel on the basis of the views which the channel is constitutionally entitled to hold produces a chilling effect on free speech and in particular on press freedom. Criticisms of government policy can by no stretch of imagination be brought within the hold of any of the grounds stipulated in Article 19(2). അപ്പോൾ ആർട്ടിക്കിൾ 19(2) എന്ന മാധ്യമ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണങ്ങൾ വയ്ക്കുന്ന വകുപ്പിലേക്ക് ഒരു കാരണവശാലും സർക്കാരിനെതിരായ വിമർശനങ്ങൾ കടന്നു വരുന്നില്ല. സർക്കാരിനെതിരായി നിങ്ങൾ എന്ത് വിമർശനം ഉന്നയിച്ചാലും ഒരു കാരണവശാലും അത് ഈ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള കാരണമാകില്ല എന്നതാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി അതുകൊണ്ടാണ് നമ്മൾ ഇനിയുള്ള നമ്മുടെ പ്രവർത്തനം, അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ തന്നെ ചിന്തിക്കണമെന്ന് അക്കാലം തൊട്ടേ ഞങ്ങളൊക്കെ പറഞ്ഞത്. ഇനി മാധ്യമങ്ങൾ എന്തിനെയാണ് ഭയക്കേണ്ടത്, ആരെയാണ് ഭയക്കേണ്ടത്? രാജ്യത്തെ പരമോന്നത കോടതി രാജ്യത്തെ നിയമമാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നതിന് ഒരു തടസ്സവുമില്ല, അതൊരു കാരണവശാലും നിങ്ങളെ നിരോധിക്കുന്നതിന് കാരണമാവില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇപ്പോൾ ജനാധിപത്യം നമുക്ക് തിരിച്ചു കിട്ടുന്നു എന്ന് നമ്മൾ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷ ഉയരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് വളരെ പ്രധാനമാണ്. കാരണം കോടതികളുടെ പ്രവർത്തനം, കോടതികളുടെ സ്വതന്ത്രമായ നിലനിൽപ്പ് ഇതെല്ലാം അപകടത്തിലായി പോകും എന്ന് കരുതിയിരുന്നിടത്തുനിന്നുള്ള ചില വെള്ളിരേഖകളാണ് നമുക്ക് തിരിച്ചു കിട്ടിയത്. എനിവേ അത് നൽകിയ ഊർജ്ജം ചെറുതായിരുന്നില്ല. ഞങ്ങൾ മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ മീഡിയ വൺ മാത്രമായിരുന്നില്ല, അത് ഇന്ത്യ ഒട്ടാകെ അതിൻ്റെ ഒരു ആശ്വാസവും സന്തോഷവും പ്രകടമായിരുന്നു എന്ന് വ്യക്തമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ചിലരൊക്കെ ചോദിക്കും, നിങ്ങൾ അതിൻ്റെ ഒരു ചെറിയൊരു പേടി ഉള്ളിലുണ്ട്, എന്തിനാ പേടിക്കുന്നത്? നമ്മുടെ കയ്യിൽ നമുക്ക് അങ്ങനെ പേടിക്കാനോ കോംപ്രമൈസ് ചെയ്യാനോ ആണെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെടേണ്ടിയിരുന്നില്ലല്ലോ. ഇപ്പോൾ നമുക്ക് വ്യക്തമായി ഈ വിധിന്യായം കയ്യിലുള്ളിടത്തോളം കാലം നമുക്ക് ഒന്നിനെയും പേടിക്കാനില്ല തൽക്കാലം എന്നതാണ്. ഇതിലുപരി ഇതിനെ മറികടക്കുന്ന എല്ലാറ്റിനെയും, ഇപ്പോൾ എമർജൻസിയെക്കുറിച്ച് പറഞ്ഞല്ലോ, നമ്മുടെ ബേസിക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മളിനി മറിച്ച് ചിന്തിക്കാൻ ഒരുപക്ഷെ പ്രേരിപ്പിക്കപ്പെടുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് മാധ്യമങ്ങളുടെ ഫാസിസ്റ്റ് ആഖ്യാനം എന്ന് പറയുന്ന ആ ഒരു ധാരയിലേക്ക്, അല്ലെങ്കിൽ ആ വഴിക്ക് പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതുകൂടിയാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തനം എന്നുകൂടി പറയാം. അതായത് പുറത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക, വാർത്തകൾ നൽകുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ ഫാസിസ്റ്റ് ആഖ്യാനത്തിലേക്ക് വീണു പോകാതിരിക്കുക, സാറ് പറഞ്ഞ പോലെ ചില വാക്കുകളൊക്കെ ഒഴിവാക്കുന്ന തരത്തിലേക്കുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തിലേക്ക് വീഴാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമധർമ്മം ഇക്കാലത്ത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നെ വേദിയിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.